എല്ലാവർക്കും നമസ്കാരം. പ്രൊജക്ഷൻ ഓഫ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയ എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയാണ്. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാൻ അജിത് കുമാർ, സൈക്കോളജിസ്റ്റ്. പേഴ്സണാലിറ്റിയിൽ പ്രധാനമായും തിരിച്ചറിയപ്പെടുന്നത് ഇവരുടെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടാണ്. ഗ്രാൻഡിയോസിറ്റി ആൻഡ് സെൽഫ് എസ്റ്റീം. ഇവർക്ക് വളരെ ഊതിപ്പെരുപ്പിച്ച ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും. ഞാൻ വലിയ സംഭവമാണ്, ഞാനില്ലാതെ ഒന്നും നടക്കുകയില്ല, എല്ലാവരും എന്നെ തന്നെ കാര്യമായി ശ്രദ്ധിക്കണം. കൂടാതെ ലാക്ക് ഓഫ് എംപതി. ഇവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി വളരെ കുറവായിരിക്കും. ഡീപ്പ് അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള സ്വഭാവം ഇവരിൽ വളരെ വലുതായിരിക്കും. കൂടാതെ ഇവർക്ക് അസൂയ വളരെ കൂടുതലായിരിക്കും, അരഗന്റുമായിരിക്കും. ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ജെനുവിനായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ കാരണം ഇവർ മിക്കവാറും കോൺഫ്ലിക്റ്റുകളിലും സോഷ്യൽ ഐസൊലേഷനിലും ചെന്നുപെടാറുണ്ട്. കൂടാതെ ഇവർക്ക് പൊതുവെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. NPDയുടെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സിലേക്ക് നോക്കിയാൽ ജെനറ്റിക്സിന് പ്രധാനമായൊരു പങ്കുണ്ട്. കൂടാതെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, എക്സസീവ് പാമ്പറിംഗ്, നെഗ്ലക്റ്റ്, ഇൻകൺസിസ്റ്റന്റ് പേരന്റിംഗ് മുതലായവ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. കൂടാതെ ചില കൾച്ചറുകളിൽ കൂടുതൽ കോമ്പറ്റീഷന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതും ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൾച്ചറുകളിൽ വളർന്ന കുട്ടികൾക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടുവരുന്നു. നാർസിസത്തെ പറ്റി ധാരാളം മിത്തുകൾ പ്രചാരത്തിലുണ്ട്. നാർസിസം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സെൽഫ് ലവ് ആണ്. ഒരിക്കലുമല്ല. സെൽഫ് ലവ് ഗ്രാൻഡിയോസിറ്റിയിലേക്ക് എത്തുന്നതാണ് നാർസിസം. എല്ലാ നാർസിസ്റ്റുകളും കോൺഫിഡൻ്റ് ആണ്, അതുപോലെ കരിസ്മാറ്റിക്കുമാണ്. ഈ പുറമേ കാണുന്ന കോൺഫിഡൻസിനുള്ളിൽ വളരെ ഫ്രാജൈലായുള്ളൊരു എസ്റ്റീമാണ് അവർക്കുള്ളത്. നാർസിസ്റ്റുകൾ എപ്പോഴും അവരുടെ ഡിസോർഡറിനെ പറ്റി അവെയർ ആയിരിക്കും. ഒരിക്കലുമില്ല. വളരെ അപൂർവ സാഹചര്യങ്ങൾ ഒഴിച്ച് ഒരിക്കലും അവർക്കൊരു ഡിസോർഡർ ഉള്ളതായി അവർ സമ്മതിച്ച് തരികയില്ല. ഈ ഡിസോർഡർ പെർമനൻ്റ് ആണ്, ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ്. തീർച്ചയായും ഒരളവ് വരെ ഇത് ക്യൂറബിൾ ആണ്. സൈക്കോതെറാപ്പിയിലൂടെയും മെഡിക്കേഷനിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും ഈ ഡിസോർഡറിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. നാർസിസ്റ്റുകളെ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാ മനുഷ്യരിലും നാർസിസത്തിന്റെ ട്രേറ്റുകളുണ്ട്. എങ്കിലും നാർസിസ്റ്റുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് തരത്തിലുള്ള നാർസിസ്റ്റുകളാണുള്ളത്. ഒന്ന് ഓവേർട്ടുകളും കവേർട്ടുകളും. കവേർട്ടുകളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തത്, അവർക്കൊരിക്കലും ചേഞ്ച് ആകാൻ സാധിക്കുകയില്ല. തീർച്ചയായും അവർക്ക് ചേഞ്ച് ആകാൻ സാധിക്കും. ധാരാളം റിസർച്ചുകൾ ഈ ഡിസോർഡറിനെ പറ്റി നടത്തിയിട്ടുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ ആക്ടിവിറ്റി കുറവായിരിക്കും. ഇത് അവരുടെ ലാക്ക് ഓഫ് എമ്പതിക്ക് കാരണമാകും. കൂടാതെ ഇമ്പൾസിവിറ്റി കൂടാനും കാരണമാകും. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമ്പൾസീവ് കൺട്രോൾ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇവരുടെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സിൽ ആക്ടിവിറ്റി കുറവായിരിക്കും. ഇമോഷൻ നിയന്ത്രിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ACC ആണ് ഇമോഷൻ റെഗുലേഷൻ നടത്തുന്നത്. അമിഗ്ഡലയുടെ ഫംഗ്ഷൻ ഓൾട്ടേഡ് ആയിരിക്കും. അതുകൊണ്ട് ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, അഗ്രസീവ് ബിഹേവിയർ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ബ്രെയിനിലെ പ്രധാനപ്പെട്ട രണ്ട് നെറ്റ്വർക്കുകളാണ് DMN ഉം TPN ഉം. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും. DMN ഓൾട്ടേഡ് ആയവർക്ക് ഗ്രാൻഡിയോ സെൽഫ് ഇമേജ്, ഫ്രാജൈൽ സെൽഫ് എസ്റ്റീം റെഗുലേഷൻ ഇവ കാണും. ഇൻസെക്യൂരിറ്റീസ്, ഡ്രാമാറ്റിക് ബിഹേവിയർ, ഓവർലി ഇമോഷണൽ, അൺപ്രഡിക്റ്റബിൾ തിങ്കിങ് ഇവർക്ക് സാധാരണമായി കാണാറുണ്ട്. NPD ഉള്ളവരുടെ മിറർ ന്യൂറോൺ സിസ്റ്റത്തിൽ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ആയിരിക്കും. എമ്പതി, സോഷ്യൽ കോഗ്നിഷൻ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏരിയ ആയതിനാൽ ഇവർക്ക് ഈ ഭാഗങ്ങളിൽ ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും. ട്രീറ്റ്മെന്റ്സിലേക്ക് കടന്നാൽ പ്രധാനമായും സൈക്കോതെറാപ്പിയാണ് ഫലപ്രദമായി കാണുന്നത്. അതിൽ തന്നെ CBT വളരെ എഫക്റ്റീവാണ്. മെഡിക്കേഷനിലേക്ക് വന്നാൽ ആന്റി ഡിപ്രഷൻസും മൂഡ് സ്റ്റെബിലൈസേഴ്സുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവുന്നതിലൂടെയും എമ്പതി ബിൽഡ് ചെയ്യുന്നതിലൂടെയും ഒരു പരിധിവരെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്.
ഇതൊരു കോംപ്ലക്സ് കണ്ടീഷനാണ്. കമ്പാഷൻ, അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയുള്ള പെരുമാറ്റത്തിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെയും പ്രൊഫഷണലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയും തീർച്ചയായും വളരെ നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നിയന്ത്രിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.